പരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിന് 2 ആഴ്ചത്തെ സാവകാശം നൽകി ഹൈക്കോടതി. വിധി നടപ്പാക്കുകയല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗമില്ലെന്നും കോടതി വിധി സർക്കാർ അനുസരിക്കണം. ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ താമസക്കാർ നിയമം വഴി തേടിയില്ല. കോടതിയെ സമീപിക്കാത്തിടത്തോളം കുടിയൊഴിപ്പിക്കലിനെ തടയാൻ ആവില്ലെന്നും നിരീക്ഷണം. രേഷ്മ വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്? ഗൗതം, പാര്യത്തുകാവിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി വന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ സാവകാശം വേണമെന്നുള്ളൊരാവശ്യം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതായത് 2 ആഴ്ച കൂടി സമയം വേണമെന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ആവശ്യം. ആ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിധി നടപ്പാക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ല എന്നാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. വിധി നടപ്പാക്കാനായിട്ട് എല്ലാ തരത്തിലും സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. ഈ വിധി നടപ്പാക്കുന്നില്ലെങ്കിൽ ആ വിധിയെ ഇല്ലാതാക്കുന്ന നടപടിയായിട്ട് വേണം ഇതിനെ കാണാനെന്നും ഹൈക്കോടതി വിമർശന രൂപേണ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കോടതി വിധിയുടെ ശക്തിയെ അത് ഇല്ലാതാക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി. മാത്രവുമല്ല, ഈ നിയമപരമായിട്ട് തർക്കഭൂമിയിൽ താമസിക്കുന്നവർക്ക് ഒരു അവകാശമൊക്കെ തന്നെയുണ്ട്. ആ അവകാശം അവർക്ക് വിനിയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ താമസക്കാർ തന്നെ കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് എവിടെയും താമസക്കാർ ഈ ഒരു കുടിയൊഴിപ്പിക്കലിനെതിരെ ഹർജിയോ കേസോ ഒന്നും തന്നെ ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. പക്ഷേ ഈ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സാവകാശം 2 ആഴ്ച സമയം കൂടി ഹൈക്കോടതി സർക്കാരിന് അനുവദിച്ചത്. എറണാകുളം റൂറൽ SP ആണ് ഹർജി നൽകിയിരുന്നത്. അതായത് ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി അനുവദിക്കണമെന്നുള്ളതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സാങ്കേതികത പറഞ്ഞുകൊണ്ട് വിധി നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള പരാമർശം. നേരത്തെ 2023 പാര്യത്തുകാവുമായി ബന്ധപ്പെട്ടുള്ള ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ 7 കുടുംബങ്ങൾ കുടിയൊഴിയണമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ 14ഓളം തവണ അഭിഭാഷക കമ്മീഷൻ ഈ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസ്തുത ഭൂമിയിൽ പാര്യത്തുകാവിൽ എത്തിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ അവിടെ താമസക്കാരായിട്ടുള്ള ആളുകൾ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയും അത് പിന്നീട് സംഘർഷത്തിലേക്ക് വഴിവെക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാലും നിലവിൽ പാര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലിന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി 2 ആഴ്ചത്തെ സാവകാശം നൽകിയിരിക്കുകയാണ്. ഗൗതം, രേഷ്മയാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.